കലോത്സവം ആസ്വദിക്കാനായിട്ട് ഒരുപാട് പേര് ജില്ലയ്ക്കകത്തും പുറത്തുനിന്നായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം അത്രമാത്രം ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയാണല്ലോ. അതുകൊണ്ട് തന്നെ ധാരാളം സ്ഥലങ്ങളിൽ വെള്ളം, ദാഹജലം നൽകുന്നുണ്ട്. സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ദാഹജലം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഇതുപോലെ ദാഹജലം നൽകുന്ന ഒരു കൗണ്ടറിന് മുന്നിലാണ് കേട്ടോ. തണ്ണീർക്കുടം, അതായത് നമുക്കറിയാം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ളതാണ് കലോത്സവം. അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നല്ല മൺകുടത്തിൽ വെള്ളം നിറച്ചിട്ട് ആ വെള്ളമാണ് ഗ്ലാസ്സുകളിലാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ മൺകുടത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, നല്ല തണുത്ത വെള്ളമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം കുടിക്കാനായിട്ട് പറ്റും. ഇതിവിടെ ഒരുക്കിയിട്ടുള്ളത് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാറിന്റെ പേര്? റഫീഖ്. ഈ ഒരു തണ്ണീർ പൂജ, അതിൽ വെള്ളം നിറച്ച് ദാഹജലം എന്തായാലും വേണം, ഇത്രയും ചൂടുള്ളൊരു സമയമാണ്. അപ്പൊ ഇത് ഈ ഒരു മൺകുടത്തിൽ തന്നെ കൊടുക്കാം, അതുപോലെ ഗ്ലാസ്സിൽ കൊടുക്കാം എന്നുള്ളൊക്കെ തീരുമാനം എന്തുകൊണ്ടായിരുന്നു? 64ാമത് സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന സമയത്ത് ഇവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ നമുക്കറിയാം, കുടിവെള്ളം എന്നുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ജീവൽ പ്രധാന ഘടകമാണ്. അപ്പോൾ ശുദ്ധമായ കുടിവെള്ളം, വളരെ തെളിമയാർന്ന വെള്ളം വളരെ പ്രകൃതിദത്തമായ രീതിയിൽ ആളുകൾക്ക് കൊടുക്കുക, അതോടൊപ്പം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളെ പാടെ കലോത്സവ വേദിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വെൽഫെയർ കമ്മിറ്റി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഞാൻ അതിൻ്റെ നമ്മൾ 62ാമത് സ്കൂൾ കലോത്സവം കോഴിക്കോട് വെച്ച് നടന്നപ്പോഴാണ് ആദ്യമായി ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ഈ തണ്ണീർ പൂജ എന്നൊരു പദ്ധതി കൊണ്ടുവരികയും അതിൻ്റെ ഒരു കോർഡിനേറ്ററാണ് ഞാൻ. അപ്പോൾ ഇതിൽ ഓരോ സമയത്തും നമുക്കറിയാം ഇതിന് വലിയൊരു ചെലവ് വരുന്നുണ്ട്. നമുക്ക് ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് നമുക്കിവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും, ഇവിടെ എത്തുന്ന എല്ലാ ആളുകൾക്കും പ്രധാന വേദികളിലൊക്കെ നമ്മൾ തണ്ണീർ പൂജ കൗണ്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. ശുദ്ധമായ വെള്ളം ആളുകൾക്ക് കൊടുക്കുക, ആരോഗ്യം സംരക്ഷിക്കുക, എല്ലാവർക്കും നല്ല രൂപത്തിൽ കലോത്സവം ആസ്വദിക്കാനും ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് വെൽഫെയർ കമ്മിറ്റിയുടെയും തണ്ണീർ പൂജയുടെയും ഒക്കെ ലക്ഷ്യം. ഇവിടെ ധാരാളം പേര് ഇരുന്നുണ്ട്. അപ്പൊ ഈ തണ്ണീർ കുടവും അതുപോലെ തന്നെ കൂജയും ഈ വെള്ളമൊക്കെ കാണുമ്പോൾ കുടിക്കാനായിട്ട് തണുത്ത വെള്ളമായിരിക്കല്ലോ ഇതിൽ കിട്ടുക. കാരണം സാധാരണഗതിയിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാച്ചുറലായ തണുപ്പ്. ഒരു 2 മണിക്കൂർ നമ്മുടെ പൂജയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായ തണുപ്പ് ഉണ്ടാവും. അപ്പോൾ ആളുകൾക്ക് വളരെ നല്ല രൂപത്തിൽ അത് ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവരും വന്ന് അതിനെ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ധാരാളം പേര് വരുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. ഈ ഒരു കൂജയിൽ നിന്നെടുത്ത് ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് കുടിക്കുമ്പോഴുള്ള ഒരു സുഖമല്ലേ, അത് പലപ്പോഴും പലർക്കും ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇവിടെ വരുമ്പോൾ പലരും അത് അനുഭവിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ കുട്ടികൾക്കൊക്കെ അവരുടെ പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതിങ്ങനെ മൺകൂടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തണുത്ത വെള്ളമാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കാണാം. അപ്പൊ എന്തായാലും കലോത്സവ വേദിയിൽ ഇതുപോലെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കൂടെ സാധിക്കുന്ന ഒരു വേദിയായി മാറുകയാണ്.